Hello friends, എല്ലാവർക്കും 8K Tech എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഒരു വൈഫൈ സിം റൗട്ടറിനെ കുറിച്ചാണ്. ഇതാണ് വൈഫൈ സിം റൗട്ടർ. അതായത് നമുക്ക് സിം ഇട്ടിട്ട് നമ്മുടെ ജിയോയുടെ മോഡത്തെ പോലെ തന്നെ നമുക്ക് സിം ഇട്ടിട്ട് നമുക്ക് വൈഫൈ സെപ്പറേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഇതിൽ നിന്ന് കേബിൾ ത്രൂ ഔട്ട് നമുക്ക് കമ്പ്യൂട്ടറുകളിലേക്കും അതുപോലെ തന്നെ DVRലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് ഇറങ്ങാം. അപ്പോൾ സ്മാർട്ട് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതൊരു 4G സിമ്മും നമുക്ക് ഇടാവുന്നതാണ്. ജിയോ പോലെ തന്നെ ജിയോ മാത്രമേ സപ്പോർട്ട് ആവുള്ളൂ. എന്നാൽ ഇതിൽ ഏതൊരു ബ്രാൻഡിൻ്റെ ഏതൊരു GSMൻ്റെ സിമ്മ് നമുക്ക് ഇതിനെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് വരുന്ന വൈഫൈ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ജിയോ പോലെ തന്നെ അല്ല, ജിയോയുടെ പോലെയല്ല, ഇതിനകത്ത് നമുക്ക് ലാൻ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് കേബിൾ വഴി നമുക്ക് DVRലോട്ടോ കമ്പ്യൂട്ടറിലോട്ടോ എവിടേക്ക് വേണമെങ്കിലും നെറ്റ് കൊടുക്കാവുന്ന ഒരു സിസ്റ്റം ഇതിനകത്തുണ്ട്. ഒരു ഔട്ട്പുട്ട് പോർട്ട് ഇതിനകത്ത് അവർ ലാൻ ഔട്ട്പുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇത് ഡുവൽ ആൻറ്റിന ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുമുണ്ട്. നമുക്കൊരു ചെറിയ രീതിയിൽ നമുക്ക് സിമ്മിൻ്റെ റേഞ്ച് ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യ രീതിയിൽ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് എൻക്വയറീസോ അതുപോലെ മറ്റു ഡീറ്റെയിൽസ് വരണമെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് സ്മാർട്ടിൻ്റെ 4G CP. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സിം ഇട്ടാൽ സാധാരണ നമ്മളെ ജിയോയുടെ മോഡം പോലെ തന്നെ നമുക്ക് സിം ഇട്ടാൽ ഇതിനകത്ത് നമുക്ക് വൈഫൈ റേഞ്ച് കിട്ടുന്നതാണ്. നമ്മൾ ഫോണിലോട്ടൊക്കെ വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് കേബിൾ ത്രൂ ഔട്ടും നെറ്റ് കിട്ടും. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് ആവും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ട് കാണാം LTE എന്ന് പറഞ്ഞിട്ട് 4G നമ്മുടെ ജിയോയുടെ സിമ്മൊക്കെ ഇടുകയാണെങ്കിൽ LTE ഫോർമാറ്റിലോട്ട് ആയതിനാൽ നമുക്ക് ഇതിനായിട്ടൊരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതായത് സിം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 30 സെക്കൻഡോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലൂ ലൈറ്റ് മിന്നും. അപ്പോൾ അപ്പോഴാണ് ഇതിനോട് നെറ്റ്വർക്ക് കണക്റ്റ് ആവുന്നത്. ഇത് പിന്നെ പവർ LED ആണ്, പവർ ഇൻഡിക്കേഷൻ ആണ് ഇതിലോട്ട് വരുന്നത്. പിന്നെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അകത്തൊരു റീസെറ്റ് ബട്ടൺ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാസ്വേഡോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു സിം സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4G സിം മൈക്രോ സിം ആണ് ഇതിലോട്ട് ഇടാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻവശത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർ അടിപൊളി 2 സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആൻറ്റിന അവർ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ആൻറ്റിന വഴിയാണ് നമുക്ക് വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഡിഫോൾട്ടായിട്ട് വരുന്ന പാസ്വേഡ് അതുപോലെ തന്നെ അതിൻ്റെ യൂസർ നെയിം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇതിനൊരു പവർ പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് 1 ആംപിയർ DC പവർ ആണ് ഇതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കേബിൾ ത്രൂ ഔട്ട് നെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വാൻ പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലാൻഡ് പോർട്ട് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പോർട്ട് ഇതിനകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുവഴി നമുക്ക് സിമ്മിലുള്ള റേഞ്ച് നെറ്റ് നമുക്ക് കമ്പ്യൂട്ടറുകളിലോട്ടും DVRകളിലോട്ടൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സിം ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണിനകത്ത് ഇതിൻ്റെ വൈഫൈ കണക്ട് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ വൈഫൈ ഓപ്പൺ ചെയ്യാണ്. MiFi എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വൈഫൈ റേഞ്ചാണ് ഈ ഒരു മോഡത്തിൻ്റെത്. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യാണ്.
അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫോൾട്ട് പാസ്വേഡായ 1 മുതൽ 0 വരെ അടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു സ്പീഡ് കിട്ടുന്നുണ്ട്. നമ്മൾ ഏത് സിമ്മാണോ ഇടുന്നത് അതിനനുസരിച്ചുള്ളൊരു സ്പീഡായിരിക്കും നമുക്ക് ഇതിനകത്ത് ഫോർവേഡ്. നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈഫൈ ത്രൂ ഔട്ട് അത്യാവശ്യം നല്ലൊരു സ്പീഡ് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഈ സിമ്മിൽ വോഡാഫോണാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം സ്പീഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏരിയയ്ക്ക് അനുസരിച്ച് ഏത് സിമ്മാണോ സ്പീഡ്, അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇതിനുള്ള ഔട്ട്പുട്ട് വൈഫൈയുടെ സ്പീഡ് കിട്ടുക. ഇപ്പോൾ ഡിവൈസ് എത്രത്തോളം സ്പീഡാണ് എനിക്ക് തരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് അപ്ലോഡിങ് സ്പീഡും ഡൗൺലോഡിങ് സ്പീഡ് എത്രത്തോളമാണ് ഈ ഡിവൈസിന് നമുക്ക് സിം ഇട്ടിട്ട് കിട്ടുന്നത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഇത് VIയുടെ ഒരു സിമ്മാണ്. അപ്പോൾ അതിൽ എൻ്റെ ഈ ഒരു റൂമിനകത്ത് എത്ര റേഞ്ചാണ് എനിക്ക് കിട്ടുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വൈഫൈ കണക്ടിവിറ്റി സ്പീഡും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. സ്പീഡ് ടെസ്റ്റ് എന്നാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ കാണാം വോഡാഫോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അവരുടെ നെറ്റ്വർക്ക് സിഗ്നൽ എത്രത്തോളമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡൗൺലോഡിങ് സ്പീഡ് അപ്രോക്സിമേറ്റ്ലി 5 MB 19 KB ആ ലെവലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 5.90. ഇനി വരുന്നത് അപ്ലോഡിങ് സ്പീഡാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് 3 MB നമുക്ക് അപ്ലോഡിങ് സ്പീഡും 5 MB ഡൗൺലോഡിങ് സ്പീഡും നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിൽ റേഞ്ചുള്ളൊരു സിമ്മ് നമ്മുടെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലായതുകൊണ്ടായിരിക്കാം ഇത്ര ഒരു ലെവലിൽ കിട്ടുന്നത്. ഔട്ട്ഡോർ ആണെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് ഇതിൽ കാണിക്കും. അപ്പോൾ ഞാൻ എൻ്റെ DVRന് ഇതിനൊന്ന് കോൺഫിഗർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഞാൻ എൻ്റെ ഇവിടെ സിം ഇട്ടിട്ടുണ്ട്. ഈ മോഡത്തിനകത്ത് സിം ഇട്ടിട്ട് ഡയറക്റ്റ് കേബിൾ വഴി DVRനകത്തോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ DVRൽ എങ്ങനെ നമുക്ക് നെറ്റ് കിട്ടുന്ന എനേബിൾ ആക്കാമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ DVR ഓപ്പൺ ചെയ്ത ശേഷം ഇനി സിസ്റ്റം എടുത്തിട്ട് നെറ്റ്വർക്കിൽ പോവാം. ഇനി DHCP ഞാനിവിടുത്തെ DHCP എനേബിൾ ചെയ്യുന്നില്ല. DVRൻ്റെ IP അഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ അപ്ലൈ കൊടുത്തു. ശേഷം അഡ്വാൻസ് എടുത്തു. നമ്മൾ പ്ലാറ്റ്ഫോം ആക്സസിൽ ഓൺലൈൻ ആക്കുവാണ്. അപ്പോൾ DVRനകത്ത് നെറ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓഫ്ലൈനാണ് കിടക്കുന്നത്. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓൺലൈൻ ആയിട്ടുണ്ട്. കണ്ടോ, നമുക്കിത് സിമ്പിളായിട്ട് ഓൺലൈൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഓൺലൈനാണ് ഞാൻ എൻ്റെ DVRനകത്ത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡാറ്റയിൽ നിന്ന് വന്നിട്ടുള്ള കണ്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരൊറ്റ റൗട്ടറിൽ കൂടി തന്നെ നമുക്ക് വൈഫൈ അതോടൊപ്പം തന്നെ നമുക്ക് ഡയറക്റ്റ് DVRലോട്ട് നെറ്റും കണക്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി സിം റൗട്ടർ തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. കൂടെ കണ്ട ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.